Hey, good morning, all. Welcome back to my channel. It's me, Harry the Speaker, and I'm back with another content today. The content is very simple today. Okay, I'm not going to complicate much, and I don't call it as a content. Okay, this is a sound of a common man, a middle class. I'm an average middle class person with a family, with wife and a son living on a very small scale basis. But you know what? Does this the difficulties in living now is being at the peak. It is not easy. The cost of living. See, we are talking about so many things on a daily basis. I can see a lot of content creators putting a lot of contents in the channels in regarding to the day-to-day activities, day-to-day contents, this, that, issues, political problems. See now, so who is going to sound the middle class people? See, I can speak four languages. By the way, I switched to Malayalam also in between because I'm currently staying in Kerala. എന്താ നടക്കുന്നേ നമുക്ക് ചുറ്റും ഒരു ആവറേജ് മിഡിൽ ക്ലാസ് പേഴ്സണ് ജീവിക്കണമെങ്കിൽ എത്രത്തോളം ക്യാഷിൻ്റെ ആവശ്യമുണ്ടെന്ന് അറിയോ? നമ്മുടെ കോർപ്പറേറ്റ്സ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് എൻറ്റിറ്റീസ് ആവട്ടെ എല്ലാവരും പൈസ പേ ചെയ്യുന്നുണ്ട്, സാലറി തരുന്നുണ്ട്, എവറിത്തിങ് ഇസ് ഫൈൻ, ഓൾ ആർ ഗുഡ്, വി ആർ ഗെറ്റിംഗ് മണി ഇനഫ്. ബട്ട് ഈസ് ഇറ്റ് ഇനഫ് ടു സർവൈവ്? ട്രസ്റ്റ് മീ, നോ. In with the medical conditions and the medical issues, health issues, what are the people having is something huge. And with a small middle income, how are we going to survive? എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യാൻ പോകുന്നത്? It's a big question. It's a $1 million question. We talk about so many things. മനസ്സിലായില്ലേ? ഒരു ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു കളയും, ഇങ്ങനെ ചെയ്തു കളയും, we do this, we do that, vote for us. There are a lot of manifestation. എല്ലാം വരും, ബുക്കൊക്കെ ഇറങ്ങും. ഓക്കെ, ഗുഡ്, വാവ്, നൈസ്. ആൻഡ് പൊളിറ്റിക്കൽ സമ്മേളനങ്ങൾ നടക്കും, അവിടെ ഇവിടെ വാഗ്ദാനങ്ങൾ, lot of promises given. Is the promises has been perfectly aligned? If it's in that case, then India won't be like this. India will be a superpower. India has everything. What India doesn't have it? We have everything. Education, resources, agriculture, everything is available. But what are we doing here? We need to work a lot. But what are we? Nothing. So trust me, the way we are, we need to work a lot. ഇതിപ്പോൾ എത്ര പേര് കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. കാണുന്നവരുടെ എല്ലാവരും ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫാമിലി റൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ആവറേജ് പേഴ്സൺ, ആവറേജ് മിഡിൽ ക്ലാസ് പേഴ്സൺ, അതായത് ലോൺസും കാര്യങ്ങളും കമ്മിറ്റ്മെൻറ്റ്സും എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? വിത്ത് ദിസ് വെരി സ്മോൾ ഇൻകം വാട്ട് യു ഹാവ് ഇറ്റ്, ഓർ വാട്ട് ഓഫ് ദ റവന്യൂ വാട്ട് യു ഹാവ് ഇറ്റ്, ആർ യു ഏബിൾ ടു സർവൈവ്? നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? മൈ ക്വസ്റ്റ്യൻ ഇസ് വെരി സിമ്പിൾ. ട്രസ്റ്റ് മീ, ഒരു 70-80% പറയും no, never actually, because the inflation is going up, cost of commodity is going up, എല്ലാത്തിനും up. മെഡിസിൻസിന് വില up, ഒറ്റ പറഞ്ഞാൽ മാത്രം വിലയില്ല ഉള്ളൂ മനുഷ്യന്. that rate is never ever going up. അത് എപ്പോഴാണ് പോകാൻ പോകുന്നത്? no idea. So you need to start ask questions. നമ്മൾ എപ്പോഴാണ് ചോദ്യങ്ങൾ ചോദിക്കുക? The only these people, ഈ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ ഇവർക്ക് നമ്മളെ കാണത്തുള്ളൂ. അതർവൈസ് ദേ ആർ ദെയർ ഓൺ തിങ്സ് ടു ഡു. നമ്മുടെ രാജ്യം നന്നാക്കാൻ പോവുക, രാജ്യം നന്നാക്കുന്നുണ്ട്, വി ആർ ക്രിയേറ്റിംഗ് ദിസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോട്ട് ഓഫ് തിങ്സ് ഹാസ് ബീൻ ദേർ. ബട്ട് ദിസ് ടൈം വാട്ട് ആർ വി ഗോയിങ് ടു ഡു? വി ആർ ഗോയിങ് ടു വോട്ട്. ഓക്കെ, ഞാനും വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഐ ഓൾസോ വോട്ട്. വോട്ട് ഈസ് മൈ റൈറ്റ്, യുവർ റൈറ്റ്. ബട്ട് അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നമ്മളൊരു ആവറേജ് മിഡിൽ ക്ലാസ് പേഴ്സൺ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? സത്യത്തിൽ പറഞ്ഞാൽ ഇല്ല, നമുക്ക് പറ്റത്തില്ല, സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ലോൺസ്, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു എത്ര പ്രോബ്ലംസ് ആണ് ഡേ ടു ഡേ നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഒരു മാസം നമ്മൾ ലോൺ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് നമ്മളെ പറയാൻ നിൽക്കും. എത്ര യൂത്ത്സ്, അതായത് എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, എത്ര പേര് എന്റർപ്രണർ ആവാൻ വേണ്ടി ഒരു എത്രത്തോളം ഐഡിയാസ് വെച്ചിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ബാങ്കിലേക്ക് ചെന്നിട്ട് ഇഫ് യു ആസ്ക് ഫോർ എ ലോൺ ഫോർ ടു സ്റ്റാർട്ട് എ കമ്പനി, alright, or to start a business, or 50,000 documents ചോദിക്കും. So there ends the chapter of a creative person. Now ഇപ്പോൾ യൂട്യൂബും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉള്ളതുപോലെ എവറിബഡി ക്യാൻ പുട്ട് ഇൻ ടു ദ മെയിൻ സ്ട്രീം മീഡിയ. എല്ലാവർക്കും പെട്ടെന്ന് അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞറിയിക്കാനുള്ളൊരു ടെക്നോളജി അത്രത്തോളം ഡെവലപ്പ് ആയിട്ട്. പക്ഷേ ടെക്നോളജി ഡെവലപ്പ് ആയാൽ മാത്രം പോരാ, നമ്മുടെ നാട് ഡെവലപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യങ്സ്റ്റേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. വി നീഡ് ടു ഗിവ് ദാറ്റ് മച്ച് ഓഫ് ഫോക്കസ് ടുവേഴ്സ് ദ കമ്മ്യൂണിറ്റി. ബട്ട് അതൊന്നും ഇവിടെ നടക്കുന്നില്ല. നമ്മൾ അത് ചെയ്ത് കളയും, നാട് ഡെവലപ്പ് ആകുന്നുണ്ട്.
അത് സി രജനികാന്തിന്റെ ഡയലോഗ് ഉണ്ട് ഒരു മൂവിയിൽ. ഓക്കെ, റിച്ച് ഗെറ്റ് റിച്ചോ, പൂവ ഗെറ്റ് പൂവ. അതാണ് നടക്കുന്നത് ഇപ്പോൾ. അത് പണക്കാരനായിക്കൊണ്ടേ ഇരിക്കുക. പാവപ്പെട്ടവൻ ഇപ്പോഴും താഴെ തന്നെ പൊക്കോണ്ടിരിക്കുക. ഒന്നും മേളിലോട്ട് പോകാൻ പറ്റത്തില്ല. ബിക്കോസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലൈക്ക് യു നോ വാട്ട് ദ സർവൈവൽ ഈസ് ഡിഫിക്കൽട്ട്. സി ഐ ആം എ പേഴ്സൺ, ഐ ഹാവ് ഹെൽത്ത് ഇഷ്യൂസ്. എനിക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്. ഓക്കെ, ഐ ഹാവ് സ്കിൻ ഡിസോർഡേഴ്സ്. പെർ മന്ത് ഓൺ ആൻ ആവറേജ് ഒരു സാലറി നല്ലൊരു പെർസെൻറ്റേജ് ആണ് മെഡിസിൻസിനൊക്കെ കൊണ്ടുപോകുന്നത്. ഐ എം വെരി ഫോർച്ചുനേറ്റ് ദാറ്റ് മൈ കമ്പനി ഈസ് ഓൾസോ സപ്പോർട്ടിങ് മച്ച്. ബട്ട് എത്ര കമ്പനീസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു? ഇതൊരു സൈഡ് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എടുക്കാം. എത്ര കമ്പനീസാണ് രാത്രിയും രാവിലെയും ഒരു വിളിച്ചിട്ട് ശല്യം ചെയ്യുന്നത് നമ്മുടെ മാനേജറിയൽ റോളിലുള്ളവർ. അത് ഇത് മറ്റേത് മറിച്ചത് പറഞ്ഞോട്ട് എപ്പോഴാണ് പുള്ളിക്കാരൻ്റെ ജീവിക്കാൻ സമ്മതിക്കുക എല്ലാവരും? സി, ഫിനാൻഷ്യൽ ഈസ് വൺ തിങ്, മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഈസ് സംതിങ്. ഓക്കെ, ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ money is something is really really important. See, I tell you what, we need to have survival. A survival കൊണ്ടുപോകണമെങ്കിൽ we need money. Alright, trust me. ഇത് എത്ര പേര് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് വീണ്ടും അറിയില്ല. ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ ഒരു കണ്ടന്റ് ഇടുന്ന, ഇങ്ങനെ ഒരു ടോപ്പിക്കും എടുത്ത് ഞാൻ ഫ്രണ്ടിൽ വരുന്നതിന് മെയിൻ റീസൺ, ആസ് എൻ ഹ്യൂമൻ ബീങ്, ആസ് എ പേഴ്സൺ, ആസ് ഹരീഷ് ആസ് എ പേഴ്സൺ, or Harry the speaker as a person, it's really really tough to survive. I'm talking like a common man, or a common man. ഓൺ ആൻ ആവറേജ് ഒരു ചെറിയൊരു സാലറി മേടിച്ച് ചെറുതായിട്ട് ജീവിച്ച് സന്തോഷത്തോടെ പോകാൻ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും, ഇതിനെക്കാട്ടും താഴെയുള്ളവർ സാലറി മേടിക്കുന്നത് സന്തോഷത്തോടെ ജീവിക്കുന്നില്ലെന്ന്. ജീവിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് എങ്ങനെ ഒരു അപ്ലിഫ്റ്റ്മെന്റ് കൊണ്ടുവരിക? അവർക്കും വേണ്ടി വരണ്ടേ? എപ്പോഴും അതിൽ തന്നെ നിന്നാൽ മതിയോ? അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മൾ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ സാധിക്കും ആ ഡെവലപ്മെന്റ്സ് മാത്രം പറഞ്ഞാൽ മാത്രം പോരാ. ഈ ഇലക്ഷൻ സമയം മാത്രം വന്നിട്ട് ചുമ്മാ ഞങ്ങൾ അത് ചെയ്തു കളയും ഇത് ചെയ്തു കളയും, എത്ര എണ്ണം വാക്ക് പാലിക്കണം ദൈവത്തിന് മാത്രമേ. ബിക്കോസ് നമ്മൾ അതിന്റെ പുറകെ പിന്നെ ചിന്തിക്കാൻ പോകാറില്ല. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ടൈം. ബിക്കോസ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് നീങ്ങുമ്പോൾ ഇവരിത് പാലിച്ചോ ഇല്ലെന്ന് കുത്തിരുന്ന് ചെക്ക് ചെയ്യാനായിട്ടൊന്നും ആരുമില്ല. പിന്നെ പ്രതിപക്ഷം അല്ലെങ്കിൽ ഒപ്പോസിഷൻ എന്ന് പറഞ്ഞ കുറെ ഒരു കൂട്ടം ഇവിടെ കയറി ഇരിപ്പുണ്ടാവും. അവരും ഇതൊക്കെ തന്നെ പാർലമെന്റ് വാക്കൗട്ട് ഈക്കൗട്ട് എന്നൊക്കെ പറഞ്ഞ് പോകും. സോ എൻഡ് ഓഫ് ദി ഡേ ഹൂ ഈസ് സഫറിങ്? ഇറ്റ്സ് അസ് കോമൺ പീപ്പിൾ. സോ പീപ്പിൾ ഹിയർ നൗ ദിസ് ടൈം എന്തെങ്കിലും ഒരു വാക്ക് തന്നിട്ട് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ വി നീഡ് ടു റൈസ് വോയിസ്. നമുക്ക് തരുന്ന വാക്ക് എന്തെങ്കിലും പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എനി പാർട്ടി കം ഇൻ ടു ദി പിക്ചർ. ഓൾറൈറ്റ്, അവർ തരുന്ന വാക്ക് എന്തെങ്കിലും പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് റൈസ് അവർ വോയിസ്. Let's start a revolution. Let's put all the contents in YouTube. YouTube ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ വേണ്ട, വാട്സ്ആപ്പ് സ്റ്റേറ്റസ്, കണ്ടന്റ് റേറ്റിംഗ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ലെറ്റ്സ് റൈസ് അവർ വോയിസ്. ഇതിങ്ങനെ വിട്ടാൽ പോരാ. ബിക്കോസ് വി നീഡ് ടു ലിവ്, വി നീഡ് ടു സർവൈവ്. ആൻഡ് ആസ് എ ഹ്യൂമൻ ബീങ് ഇറ്റ്സ് അവർ ഹ്യൂമൻ റൈറ്റ്സ്, ഇറ്റ്സ് അവർ ലിമിറ്റ്. ഐ മീൻ ആസ് എ ഹ്യൂമൻ ഐ ഹാവ് മൈ ഓൺ റൈറ്റ്സ് ടു ലിവ്. ഓൾറൈറ്റ്, സോ ഈ കണ്ടന്റ് എല്ലാവരും ഷെയർ ചെയ്യുക. മാക്സിമം കാണാത്തവരെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. And more importantly, I love to make more contents like this. This is the first time I'm trying it in Malayalam also. Normally I do speak in English, but yeah, this is the first time I'm talking in my native language too. Please do support. And I believe Malayalam manslata. I believe YouTube is giving subtitles too. So please do watch this video. And I want your good comments and negative, good and bad comments. And put it. And I try to improve. And I'll put as much as good content as possible. Thank you so much and have a great day. Jai Hind.